അറിയോ, എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 7-ാം അധ്യായമായിട്ടുള്ള ജ്ഞാനവിജ്ഞാന യോഗം എന്നതിൽ ഭഗവാൻ അർജുനനോട് എന്നെ സംബന്ധിക്കുന്ന എല്ലാ ജ്ഞാനവും നിനക്ക് പൂർണ്ണമായി ഒന്നൊഴിയാതെ അശേഷം പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആദ്യം തന്നെ ഇത് ആയിരങ്ങളിൽ ഒരുവൻ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നു, എന്നാൽ അതിൽ ഒരുവൻ ഇതിനെ താത്വികമായി അറിയുന്നു. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. 1000-ൽ ഒരുവനാണ് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത്, അതിൽ ഒരുവനാണ് ഇതിനെ സാക്ഷാത്കരിക്കുന്നത് എന്ന് പറയാം. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു എന്താണ് ഞാനെന്ന്. 8 വിധത്തിലുള്ള പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു. ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടത. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, മനസ്സ്, ബുദ്ധി, അഹമെന്ന ബോധം, ഇത് ഞാനാകുന്നു. അപ്പം ഇത് മാത്രമാണോ ഞാൻ? അപ്പം ഇത് ഞാനാണ്. എങ്ങനെയുള്ള ഞാനാണ്? അതിന് വളരെ എങ്ങനെയാണ് ഈ അഷ്ടപ്രകൃതിയെ അറിയേണ്ടത്? ഇപ്പം രമണ മഹർഷി അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം എന്ന് പറയും. കർമ്മങ്ങളൊക്കെ ജഗത ഈശദീ യുക്ത സേവനം അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. അഷ്ടമൂർത്തിധരനായിട്ടുള്ള ഭഗവാനുള്ള പൂജയാണ് എൻ്റെ എല്ലാ കർമ്മങ്ങളും എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ഈ 8 ഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 8ഉം ഭഗവാനാണ്, ഈശ്വരനാണ് എന്ന് ആദ്യം തിരിച്ചറിയുക. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. ഈ ഒരു ശ്ലോകം ഭക്തന്മാർ ശരിക്ക് പൂർണ്ണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയൊക്കെ പരിശുദ്ധമായി. നമ്മുടെ സ്വച്ഛ ഭാരതം പദ്ധതി സക്സസ്സായി. ഗാന്ധിജിയുടെ സങ്കല്പത്തിന് വലിയ വിജയമുണ്ടായി. നമ്മളൊക്കെ തന്നെ പ്രയത്നിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ എത്ര ഇങ്ങനെ പ്രകൃതി വൃത്തിയായിട്ടിരിക്കുന്നത് കാണുമ്പം ഒരു സമാധാനമുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് ഓരോന്ന് ഇടാൻ തോന്നുന്നത് നമുക്ക്? അപ്പോൾ അവിടേക്ക് ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഇതല്ലേ നമ്മുടെ പ്രകൃതിയെ പരിരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭഗവാന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ കാളിന്തിയെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി കാളീയമർദ്ദനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ എന്താണ് കാളീയമർദ്ദനം? അത് വലിയൊരു പരിസ്ഥിതി ആഘാതമേറ്റിട്ടുള്ള, ആ പരിസ്ഥിതി ആഘാതത്തിന് എതിരായിട്ടുള്ള, ആ പരിസ്ഥിതിയെ പരിരക്ഷിക്കുന്നതിനുള്ള കൃഷ്ണൻ്റെ ഒരു ഇടപെടലായിട്ടാണ് ഭാഗവതം അത് പറയുന്നത്. കാളിയൻ എന്ന് പറയുന്ന ഒരു വിഷസർപ്പം, അതിൻ്റെ ആ കാളകൂട വിഷം, അതൊക്കെ വളരെ എന്താ പറയുക, തത്വചിന്ത ചെയ്യേണ്ടുന്നതാണ്. ആ കാളകൂട വിഷം കാരണം അതിൽ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഓരത്തുള്ള വൃക്ഷങ്ങൾക്ക് പോലും അതൊക്കെ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും പരാതിപ്പെട്ടു ഭഗവാനോട്. അങ്ങനെ കൃഷ്ണൻ അതിലേക്ക് എടുത്തു ചാടി കാളിയനുമായിട്ടൊരു യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ കാളിയൻ അവസാനം പറഞ്ഞു എനിക്കും ജീവിക്കേണ്ടേ എവിടെയെങ്കിലുമൊക്കെ. അങ്ങനെ കാളിയനെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മാറ്റി പാർപ്പിക്കുന്ന ഒരു പ്രക്രിയ, അതായത് നമ്മുടെ നാട്ടിൽ കാളകൂട വിഷത്തിനേക്കാൾ, അതിൻ്റെ വിഷത്തിൻ്റെ തോത് എത്രയാണോ അതിനേക്കാൾ ഇരട്ടി വിഷമുള്ള മാലിന്യങ്ങളാണ്, വിഷങ്ങളാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ കാലം നീണ്ട സമരം നടന്നിട്ടുണ്ട്. കോഴിക്കോട് ചാലിയാറിൽ ഗോളിയോറൈൻസ് ഗ്രാസിം ഇൻഡസ്ട്രി അവർ പുറത്തുവിടുന്ന മാലിന്യം കാരണം ചാലിയാർ പുഴയിൽ ജലജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റാതെ ചത്തൊടുങ്ങിയിട്ടുള്ളത് വലിയ സമരം നടന്നിട്ടുള്ളതാണ്. മോയിൻകുട്ടി, ഗ്രോവാസു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ എവിടെയൊക്കെ പ്ലാച്ചിമട സമരം, ഈ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ പരിസ്ഥിതിയുടെ സമരം നമുക്ക് ഭാഗവതത്തിൽ അതൊരു പരിസ്ഥിതി സമരമായിട്ട് കാണണം. കാളിന്തിയെ പരിരക്ഷിക്കുന്നത് പോലെ നമുക്ക് കേരളത്തിലെ 44 നദികളെ പരിരക്ഷിക്കേണ്ടതില്ലേ? അതിൽ കാളിയനെ പോലെ വാസമനുഷ്ഠിച്ചിരിക്കുന്നത് ആരാണ്? അപ്പോൾ അതിലേക്ക് മാലിന്യ ജലം ഒഴുക്കുന്നത് ആരാണ്? മലിനങ്ങൾ നിക്ഷേപിക്കുന്നത് ആരാണ്? അത് അറവ് മാലിന്യമാണെങ്കിലും എന്താണെങ്കിലും.
നമ്മുടെ ഒരു വലിയ കൂട്ടായ്മയിലൂടെ, കൂട്ടുത്തരവാദിത്വത്തിലൂടെ നമുക്കതിനെ പരിരക്ഷിച്ചൂടെ? അതൊരു ഈശ്വര പൂജയാണ്. ഈ എല്ലാം തന്നെ പ്രകൃതിയിലെ ശബ്ദമലിനീകരണമാണെങ്കിലും ഡൽഹിയിലൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്താണ്? വായു മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും ദീപാവലിക്കും പടക്കം പൊട്ടിച്ചിട്ടും അതുപോലെ എത്ര കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്യുന്നു. അതുപോലെ കർഷകർ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഇതെല്ലാം കൂടെ ജനങ്ങളുടെ ശ്വാസകോശങ്ങളെല്ലാം തകരാറിലായിരിക്കുക. എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ. പാടത്ത് പണി വരമ്പത്ത് കൂലി. ജലസ്രോതസ്സുകൾ ഒരുമാതിരിപ്പെട്ടതെല്ലാം നമ്മൾ നശിപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഗീതയിലേക്ക് ഇതാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നു. ഇതൊന്നും ആലോചിക്കേണ്ടതാണ്. തുടർന്ന് ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച്ച അഹങ്കാരം ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, ഇതെൻ്റെ എന്ത് പ്രകൃതിയാണ്? ഭഗവാൻ 2 പ്രകൃതിയെ അവതരിപ്പിക്കുന്നു. പരാച്ച അപരാച്ച, പരാപ്രകൃതിയെയും അപരാപ്രകൃതിയെയും. തുടർന്ന് പറയാം. 7-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേതം ധാര്യതേ ജഗത്. ഹേ മഹാബാഹോ, അല്ലയോ പരാക്രമശാലിയായിട്ടുള്ള, കരങ്ങളിലെ മുഴുവൻ സാധ്യതയും. നമ്മളൊക്കെ ബാഹുക്കളാണ്. അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ നോക്കി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. എന്താണ്? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ തു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. രാവിലെ ഞാൻ എൻ്റെ കരങ്ങളെ ദർശിക്കുന്നു. എന്താണ്? കരാഗ്രേ വസതേ ലക്ഷ്മി, ഇവിടെയാണ് ലക്ഷ്മി വസിക്കുന്നത്. ഇതാ തൊട്ട് നമ്മളിങ്ങനെ പറയില്ലേ, ആ ലക്ഷ്മി, ധനം വസിക്കുന്നത് ഇവിടെയാണ്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, വിദ്യ ഇരിക്കുന്നത് ഇവിടെ മധ്യഭാഗത്താണ്. കരമൂലേതു ഗോവിന്ദ, ഗോവിന്ദൻ ഇവിടെയാണ്, കർമാധ്യക്ഷനായിട്ടുള്ള ഗോവിന്ദൻ. പ്രഭാതേ കരദർശനം, എൻ്റെ കൈകളെ ഞാൻ നോക്കൂ. ഇതാ ഈ പ്രഭാതത്തിൽ എൻ്റെ കരത്തെ ഞാൻ ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കൈകളെ കൊണ്ട് വേണം ധനമാഹരിക്കുന്നതും വിദ്യ ആഹരിക്കുന്നതും കർമ്മം ചെയ്യുന്നതിനുമൊക്കെ. ഇത് ഇതുമായിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ? അപ്പം കൈകളിലാണ് സാധ്യതകൾ മുഴുവൻ ഇരിക്കുന്നത്. അത് ധനമാണെങ്കിലും വിദ്യയാണെങ്കിലും കർമ്മമാണെങ്കിലും എല്ലാം തന്നെ. അപ്പം മഹാബാഹോ, സാധ്യതകളെ മുഴുവൻ എന്താ പറയുക, ഉറങ്ങിക്കിടക്കുന്ന, ഉണർത്താൻ പര്യാപ്തനായിട്ടുള്ള, അല്ലയോ അർജുന, നീ എന്തു വേണം? ഇയം അപരാ ഇതഹാത്തു അന്യാം, ഇത് എൻ്റെ അപരാപ്രകൃതിയാണ്. അപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികൃഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് വേറൊരു പ്രകൃതിയുണ്ട്. അപര സ്ഥൂല പ്രകൃതിയാണ്. അതുകൊണ്ട് നികൃഷ്ടം എന്നൊക്കെ പറയാറുണ്ട്. ഇത് അപരാപ്രകൃതിയാണ്. ഇതഹ തു അന്യാം ജീവഭൂതാം, ഇതിൽ നിന്ന് തു അന്യാം വേറിട്ട് നിൽക്കുന്ന യാതൊന്നാണോ, യയാ ഇതം ജഗത് ധാര്യതേ, യാതൊന്നിലാണോ ഈ വിശ്വം മുഴുവൻ ധരിച്ചിരിക്കുന്നത്, താം മേ, അതിനെ എൻ്റെ പരാം പ്രകൃതിം വിദ്ധി, പരാപ്രകൃതിയായി അറിഞ്ഞാലും. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശതകത്തിൽ പറയും, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ട് ഒരൽപ്പനേരം, അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക്, പരാപ്രകൃതി എന്താണെന്നറിഞ്ഞ ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ട് ഒരൽപ്പനേരം, അവരുടെ മുന്നിൽ ദേശകാലമൊന്നുമില്ല. എന്നാൽ അപരപ്രകൃതിക്ക് അധീനമായാലോ അരനൊടി, അരനിമിഷം 10,000 ആണ്ട് പോലെ തോന്നും. ഈ ദുരിതം ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് എൻ്റെ അപരാപ്രകൃതിയും പരാപ്രകൃതിയും, ഈ ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം തുടങ്ങിയിട്ടുള്ളത് എന്താണ്? ഇതെല്ലാം എൻ്റെ അപരാപ്രകൃതിയാണ്. ഇതിൽ നിന്ന് അന്യമായി എനിക്കൊരു പ്രകൃതിയുണ്ട്. അതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്ന എൻ്റെ പരാപ്രകൃതി. ഈ കാണുന്നതെല്ലാം തന്നെ സ്ഥൂലവും സൂക്ഷ്മവും കാരണത്തോടും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെൻ്റെ സ്ഥൂലമായ ഒരു പ്രകൃതിയാണ്. തുടർന്ന് ആ പരാപ്രകൃതിയെ
ഭഗവാൻ എങ്ങനെയാണ് അതിനെ അറിയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വർണ്ണിക്കുന്നു. നോക്കാം നമുക്ക്. ഏതത് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തഥാ. ഏതത് യോനീനി ഭൂതാനി സർവാണി ഇതി ഉപധാരയ. സർവാണി ഭൂതാനി ഏതത് യോനീനി ഇതി ഉപധാരയ. എന്താണ് സർവാണി ഭൂതാൻ? പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഒന്നൊഴിയാതെ, സർവനാമ ശബ്ദത്തിൽ പെടാത്തതായിട്ടുള്ള യാതൊന്നുമില്ല. അത് ഉത്കൃഷ്ടമെന്നോ നികൃഷ്ടമെന്നോ എണ്ണാനില്ലാത്ത സകലതും. ഇതാണ് സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഒന്ന്. ഏതെങ്കിലും ഭഗവാന് ഇഷ്ടപ്പെടാത്ത ജീവജാലങ്ങൾ, പ്രത്യേക ഇഷ്ടമുള്ളത്, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇതിൻ്റെ അതിൽ നിന്ന് ആവിർഭൂതമായതാണ്. അതുകൊണ്ട് സർവാണി ഭൂതാനി ഏതത് യോനീനി, എല്ലാം തന്നെ ഇതാണ് യോനീനി എന്ന് പറഞ്ഞാൽ ഈ ഉറവിടത്തിൽ നിന്ന് ആവിർഭൂതമായതാണ്. ഇത് ഉപധാരയ എന്ന് നീ അറിയണം. അഹം കൃഷ്ണസ്യ ജഗതഃ, ഞാൻ ഈ ജഗത്തിൻ്റെ പൂർണ്ണമായ, കൃഷ്ണസ്യ ജഗതഃ, എവിടെയെങ്കിലും ഒരു അപൂർണതയില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാര്യവും കാരണവുമായിരിക്കുന്നവൻ ഞാനാണ്. എന്നിൽ നിന്ന് അന്യമല്ല ഈ പ്രപഞ്ചം. ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോന്നിനും ഉണ്ടാക്കി വിട്ടതല്ല, ഞാൻ തന്നെയാണ് ഈ വിശ്വം. അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ തഥാ പ്രളയഃ. എന്നിൽ നിന്നുണ്ടായി, എന്നിൽ നിലനിന്ന് എന്നിലേക്ക് വിലയം ചെയ്യുന്നതാണിതെല്ലാം. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തീതി തദ്ബ്രഹ്മേതി വിജിജ്ഞാസസ്വ. ഉപനിഷത്തിലെ ബ്രഹ്മശബ്ദം കൊണ്ട് എന്താണോ പറഞ്ഞത് അതിനിവിടെ ഭഗവാൻ എന്നിൽ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ ഒരു ശ്രീകൃഷ്ണൻ എന്ന്. അങ്ങനെയല്ലെന്നേ. ഇതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്കുള്ള കുഴപ്പം. ഈ യുക്തിവാദികൾ ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോഴാണ് നമ്മൾ വീണ്ടും ഇതിങ്ങനെ പോവുക. അപ്പോൾ കൃഷ്ണനിൽ നിന്ന് അന്യമായി, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആദ്യം അത് ബോധിക്കണം. ഇവിടെ ഈ അധ്യായം അതിൻ്റെ ബോധിപ്പിക്കലാണ്, തത്പദത്തിൻ്റെ നിരൂപണമാണ്, അതെന്താണ് എന്നുള്ളത്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. അത് ഗംഭീരമായിട്ടും കൊണ്ട് ഈ അടുത്ത ശ്ലോകം കൊണ്ട് പറയുകയാണ്, അസന്നിഗ്ധമായിട്ട്. ഇവിടെയാണ് നമുക്ക് വ്യക്തത ഉണ്ടാവുക. സനാതന ധർമ്മത്തിൽ, ഹിന്ദു ധർമ്മത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. അല്ലാതെ കുറേ ഈശ്വരന്മാരൊന്നുമില്ല. പലരുടെയും ധാരണ എന്താണ്, ഹിന്ദുക്കൾക്ക് കുറേ ഈശ്വരന്മാരുണ്ട്. ഹിന്ദുക്കൾക്ക് അങ്ങനെ കുറേ ഈശ്വരനുമില്ല, ഒരു ഈശ്വരനുമില്ല. ഈ അദ്വൈതം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം എന്നാണ് കരുതിയിരിക്കുന്നത് പലരും. അവരുടെ അറിവില്ലായ്മ അത്രയേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. ഈ ശ്ലോകം കൊണ്ട് അത് പറയുന്നു. എന്താ പറയുന്നത്? 7ാമത്തെ ശ്ലോകം, 7ാം അധ്യായത്തിലെ മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മൈ സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. അതിഗംഭീരമായിട്ട് പറയാ. എന്താണ്? മത്ത പരതരം നാന്യത് ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. ഹേ ധനഞ്ജയ, അർജുന, മത്ത, എന്നിൽ നിന്ന്, നമ്മുടെ നാടൻ കറി വയ്ക്കുന്ന മത്തനല്ല, സംസ്കൃതത്തിൽ മത്ത, എന്നിൽ നിന്ന്, പരതരം അന്യത്, എന്നിൽ നിന്ന് അന്യമായി എന്തെങ്കിലും, കിഞ്ചിത്, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ന അസ്തി, ഇല്ല. ഇതാണ് ഈശാവാസ്യമിതം സർവം, ആത്മാവാസ്യമിതം സർവം. അതിൻ്റെ സമാനമായ ശബ്ദമാണ് മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല, ഒന്നാണ്. അതുകൊണ്ടാണ് സനാതന ധർമ്മത്തിൽ സൃഷ്ടിപൂജ എന്ന് പറയുന്നത് നടക്കുന്നത്. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം തന്നെ സൃഷ്ടാവാണ്. സൃഷ്ടാവിന് തുല്യമാണോ എന്ന് ചോദിച്ചാൽ തുല്യമല്ല, സൃഷ്ടാവാണ്. ആഭരണങ്ങളെല്ലാം സ്വർണമായിരിക്കുന്നത് എപ്രകാരമോ അതുപോലെ. ഇതാണ് ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ അതിഗംഭീരമായിട്ട്
വളരെ മനോഹരമായിട്ട് പറഞ്ഞത്, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇത് മനോഹരമാണ്. നീയല്ലോ സൃഷ്ടിയും, സൃഷ്ടി എന്ന് പറയുന്ന ഉണ്ടാകുക എന്ന് പറയുന്ന പ്രക്രിയ, സൃഷ്ടിജാലവും, എന്തൊക്കെയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, നീയല്ലോ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അപ്പം ഈ ഈശ്വരൻ ഇങ്ങനെ ഓരോന്ന് സൃഷ്ടിക്കാൻ ഈശ്വരൻ അങ്ങനെ സൃഷ്ടിച്ചതാണെങ്കിൽ, നിങ്ങളൊരു വീടുണ്ടാക്കിയതാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത ഒരാളുണ്ടല്ലോ, അയാൾ നിങ്ങളെക്കാൾ കേമനല്ലേ എന്തായാലും. അങ്ങനെ അവിടെ രണ്ടാമതൊരാളില്ല. യഥാ ഊർണനാഭി സൃജതേ ഗൃഹ്ണതേച്ച, എട്ടുകാലി വലയുണ്ടാക്കുന്നത് പോലെ, തന്നിൽ നിന്ന് തന്നെയാണ് എട്ടുകാലി വലയുണ്ടാക്കുന്നത്. അതുപോലെ ഈശ്വരനിൽ നിന്ന് തന്നെയാണ് ഈ ജഗത്ത്. ജഗത്ത് എന്ന് പറയുന്ന അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോകുന്നുണ്ട്. ഇവിടെ പറയുന്നത് സ്രഷ്ടാവ് സൃഷ്ടി, അങ്ങനെ രണ്ടില്ല ഇവിടെ. എന്നിൽ നിന്ന് അന്യമായി ഇവിടെ യാതൊരു സാധനവും ഇല്ല. ഇത് ഗീതയുടെ അഭിപ്രായം. സ്വീകരിക്കാം, നിരാകരിക്കാം. മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. എന്നിൽ നിന്ന് അന്യമായി ഇവിടെ വേറെ ഒന്നുമില്ല. ഏതുപോലെ എന്നാൽ മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. എങ്ങനെയാണോ സൂത്രേ, സൂത്രം ചരട്, മണിഗണ മണികൾ, മുത്തുമണികൾ കോർക്കപ്പെട്ടിരിക്കുന്നത്, അതുപോലെ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നതാണ് ഇതൊക്കെ. ഞാനാണിത്. ഇത് പൊട്ടിക്കഴിഞ്ഞ് ഈ ചരട് പൊട്ടിയ എല്ലാം പോയി. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിലെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അവിടെ ഗുരുദേവൻ സൂത്രമല്ല പറയണത്, കൈയാണ്, ഭഗവാന്റെ കരങ്ങളാണ് പറയുന്നത്. ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഭഗവാനെ, അങ്ങയുടെ കരങ്ങൾ അത് എപ്പോഴും ഞങ്ങളെ ആ ഒരു പിടി വേണം എന്ന് പറയാം. ഇവിടെ പറയുന്നത് സൂത്രേ മണിഗണായിവ. ഈ മുത്തുമാല കോർക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഈ വിശ്വം എന്നിലാണ് കോർക്കപ്പെട്ടിരിക്കുന്നത്. എന്നിൽ നിന്ന് അന്യമായി അർജുന ഇവിടെ യാതൊന്നുമില്ല. സനാതനധർമ്മത്തിൽ ഉത്കൃഷ്ടമെന്നോ നികൃഷ്ടമെന്നോ പറയാൻ യാതൊന്നും തന്നെ ഇല്ല. എല്ലാം അതാണ്. ഇതം സർവം ഈശാവാസ്യം, ഇതം സർവം ആത്മാവാസ്യം. ഇതുകൊണ്ടാണ് ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ ഇതം സർവം വിഷ്ണുമയം ജഗത് എന്ന് പറയും. വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെ വേവേഷ്ടി വ്യാപ്നോതി ഇത് വിഷ്ണു എന്നാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം എന്നിൽ നിന്ന് അന്യമായി അർജുന ഇവിടെ യാതൊന്നുമില്ല. എല്ലാം ഞാനാണ്, എല്ലാം. ഇനി അങ്ങനെ എല്ലാമായിരിക്കുന്ന ഞാൻ നിനക്ക് ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ എന്നെ നിനക്ക് പ്രത്യേകം അനുഭവിക്കാം. അതിനുവേണ്ടി അതുകൊണ്ട് പറയുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? 8ാമത്തെ ശ്ലോകത്തിൽ രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദ ഖേ പൗരുഷം നൃഷു. രസഃ അഹം അപ്സു ഹേ കൗന്ദേയ. അല്ലയോ കുന്തിപുത്ര അർജുന, ഞാനുണ്ടല്ലോ അപ്സു, ജലത്തിൽ അഹം രസഃ, ഞാൻ അതിൻ്റെ രസമാണ് എന്ന് പറയാം. രസ്യതേ ഇതി രസഃ എന്ന്, ആസ്വദിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ ജലത്തിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ നല്ല മധുരമാണ്. നല്ല മധുരമാണോ എന്ന് ചോദിച്ചാൽ ഈ സാക്കറിൻ പഞ്ചസാരയുടെ ആ മധുരമല്ല. അതുകൊണ്ടാണ് ഈ നെല്ലിക്ക കഴിച്ചാൽ നമുക്ക് മധുരം അനുഭവപ്പെടുന്നത്. അതല്ലാതെ നമുക്ക് മധുരം, ജലത്തിന് മധുരം അനുഭവപ്പെടും. ഈ പറഞ്ഞ പഞ്ചസാര കലക്കിയ മധുരമല്ലേ, അല്ലാത്തൊരു മധുരമുണ്ട്. നമ്മൾ കുറച്ച് ഉപവാസം എടുക്കണം. ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ വെള്ളം മാത്രം കുടിക്കുന്ന ഉപവാസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വെള്ളത്തിന്
ഒരു മാധുര്യം അനുഭവപ്പെടും. അപ്പം ജലത്തിൻ്റെ രസം എന്നത് ഞാനാണ്. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോഹോ. അപ്പം ജലം അനുഭവിക്കുന്ന സമയത്ത്, കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നാരായണ സ്മൃതി. അതുകൊണ്ട് നാരായണൻ എന്ന് പറയുന്നത് തന്നെ നാരത്തിൽ അയനം ചെയ്യുന്നവനാണ്. നാരത്തിന് ജലം എന്നൊരു അർത്ഥമുണ്ട്. അതിനല്ലാതെ തന്നെ പരമാത്മ വിഷയകം ജ്ഞാനം നാരം ഇത് ഉച്യതേ എന്നും പറയും. ആത്മാവിനെ സംബന്ധിക്കുന്ന ജ്ഞാനത്തെ. അതുകൊണ്ട് നാരദൻ എന്ന് പറയുന്നത് അതിനെ നൽകുന്നവനാണ്. നാരം ദദാതി ഇതി നാരദ, ഏഷണിക്കാരനല്ല. എന്തായാലും അഹം പ്രഭാസ്മി ശശി സൂര്യയോഹോ, സൂര്യകിരണങ്ങൾ, ആ പ്രഭ അത് ഞാനാണ്. ചന്ദ്രൻ്റെ രാത്രിയിലുള്ള ആ ശീതളിമയാർന്ന പ്രഭ അതും ഞാനാണ് അർജുന. പ്രഭാസ്മി ശശി സൂര്യയോഹോ സർവവേദേഷു, എല്ലാ വേദങ്ങളിലും ഉദ്ഘോഷിക്കപ്പെട്ടിരിക്കുന്ന പ്രണവം. പ്രകർഷേണ നവം ചെയ്ത് തത് പ്രണവം എന്ന് പറയും. ഓംകാരം അത് ഞാനാകുന്നു. എൻ്റെ ശബ്ദരൂപത്തിൽ എന്നെ അനുസ്മരിക്കുന്നതാണ് ഓം എന്നത് ഞാനാണ്. പ്രണവ സർവവേദേഷു ഖേ ശബ്ദ നൃഷു പൗരുഷം, ആകാശത്തിൽ ഉള്ള എല്ലാ ശബ്ദവും ഞാനാകുന്നു. അതുപോലെ നൃഷു പൗരുഷം, മനുഷ്യരിലെ ആ പൗരുഷം അത് ഞാനാണ്. തുടർന്നു പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. എങ്ങനെയാണ് ഈശ്വരനെ സർവത്ര അനുഭവിക്കേണ്ടത്? ഓരോന്നിൽ പറയുകയാണ്. എവിടുന്നാണ് നമുക്കത് കിട്ടുന്നത് എന്നറിയില്ല. എന്തുകൊണ്ടാണ് ഈ ഉദയസൂര്യനും അസ്തമയ സൂര്യനും ചന്ദ്രനും ഇതൊക്കെ നമ്മളെ വല്ലാതെ ഹഠാത് ആകർഷിക്കുന്നത്? ഇതുകൊണ്ടാണ്. ഓരോന്നും പുണ്യോ ഗന്ധ പൃഥിവ്യാം ച, പൃഥിവ്യാം ഭൂമിയുടെ പുണ്യഗന്ധ, ആ പുണ്യമായ ഗന്ധം. ആദ്യത്തെ മഴയിൽ തന്നെ ആ ഗന്ധം കൊണ്ട് വരും. എന്ത് രസമാണ് അതല്ലേ? അതിങ്ങനെ നല്ല പാട്ടുണ്ടല്ലോ, കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു. ആദ്യ മഴ വീഴുമ്പോൾ അതല്ല ഉണങ്ങിയ മണ്ണിൽ വീഴണം. ഈ ഉണങ്ങിയ മണ്ണിൽ വെള്ളം അല്ലാതെ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഇതും കൊണ്ട് വരും. നല്ല രസമുള്ളതാണ്. ഭൂമിയിൽ നിന്ന് എല്ലാ ഗന്ധങ്ങളും, പുഷ്പങ്ങൾക്ക്, ഈ വൈവിധ്യങ്ങളായ പുഷ്പങ്ങളെല്ലാം ആ ഗന്ധം സ്വീകരിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്നാണ്. നമ്മുടെ നാസിക ഭൂമിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഭൂമിയോടാണ് അത് കടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോന്ന്, കാത് ആകാശത്തോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ, നമ്മുടെ ത്വകേന്ദ്രിയം വായുവിനോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ, നേത്രം അഗ്നിയോട് കടപ്പെട്ടിരിക്കുന്നു, സൂര്യനോട്, മനസ്സ് ചന്ദ്രനോട്. ഇങ്ങനെ ഓരോന്നിന് അധിഷ്ഠാന ദേവതകളുണ്ട്. നമ്മുടെ രസം ജലത്തോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ 5 മഹാഭൂതങ്ങളാണ് നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാനമായിട്ട് വർത്തിക്കുന്നത്. ഇവിടെ പറയുന്നു ആ ഭൂമിയുടെ ഗന്ധം എന്ന് പറയുന്നത് ഞാനാണ്. വിഭാവസൗ തേജഃ, അഗ്നിയിലെ ആ തേജസ് അത് ഞാനാകുന്നു. അഹമസ്മി സർവഭൂതേഷു, സർവജീവജാലങ്ങളിലും ജീവൻ. തപസ്വിഷു, തപസ്വികളിലെ തപ അഹമസ്മി ച, ഞാനാകുന്നു. അവരൊക്കെ തപം ചെയ്യുന്ന ആ പ്രക്രിയയിൽ അവരുടെ തപസ് ഞാനാണ്. സർവജീവജാലങ്ങളിലെയും ജീവൻ ഞാനാകുന്നു. ഭൂമിയിലെ ഗന്ധം ഞാനാകുന്നു. സൂര്യനിലെ, ചന്ദ്രനിലെ, അഗ്നിയിലെ ഒക്കെ തേജസ്, അതിൻ്റെ പ്രഭ അത് ഞാനാകുന്നു. അതുകൊണ്ട് ഞാൻ ആരാണ്? 10ാമത്തെ ശ്ലോകത്തിൽ പറയാം. ഭഗവാന്റെ പ്രകൃതം പറയാണ്. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിമതാമസ്മി തേജസ്വിനാമഹം.
ബീജം മാം സർവഭൂതാനാം വിദ്ധി ഹേ പാർത്ഥ സനാതനം ബുദ്ധിർ ബുദ്ധിമതാമസ്മി തേജസ്വിനാമഹം. ഹേ പാർത്ഥ, അല്ലയോ അർജുന, മാം എന്നെ സർവഭൂതാനാം സനാതനം ബീജം വിദ്ധി. സർവഭൂതാനാം, പ്രപഞ്ചത്തിലെ എല്ലാറ്റിൻ്റെയും ഭൂസത്തായ ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണോ അതിൻ്റെ മുഴുവൻ തന്നെ സനാതനം ബീജം, ശാശ്വതമായ, ഒരിക്കലും നശിക്കാത്ത, ഒന്നിനാലും നശിപ്പിക്കാൻ സാധിക്കാത്ത, ഒരു ക്ലസ്റ്റർ ബോംബ്, ആറ്റം ബോംബ് എന്തിട്ടാലും നശിക്കാത്ത ആ ബീജം, അത് ഞാനാ. സനാതനമായിട്ടുള്ള ബീജം അതെന്താണ്? അഴിവില്ലാത്ത, മുറിവില്ലാത്ത, എന്നും ഉള്ളതാണത്. അത് ഞാനാകുന്നു എന്ന് നീ അറിയണം. ത്വം വിദ്ധി, മനസ്സിലാക്കണം. ബുദ്ധിമതാം ബുദ്ധി, ബുദ്ധിമാന്മാരുടെ ബുദ്ധി അത് ഞാനാണ്. തേജസ്വിനാം തേജഃ അഹമസ്മി, തേജസ്വികളുടെ തേജസ് ഭഗവാനാകുന്നു, ഞാനാകുന്നു എന്ന് പറയാം. ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമ്മ വിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ബലം ബലവതാം ച അഹം കാമരാഗവിവർജിതം. ബലവതാം, ബലവന്മാരുടെ, കാമരാഗവിവർജിതം ബലം അഹമസ്മി. ബലവാന്മാരുടെ, ആ ബലവാന്മാരാരാണ്? കാമരാഗവിവർജിതന്മാരാണ്. ആരെയെങ്കിലുമൊക്കെ തല്ലിക്കൊല്ലാനോ മറ്റുള്ളവൻ്റെയൊക്കെ മോഷ്ടിക്കാനോ മറ്റുള്ളവനെയൊക്കെ ഭയപ്പെടുത്താനോ വേണ്ടിയിട്ട്, അതേതെങ്കിലും രാജ്യങ്ങളാകാം, വ്യക്തികളാകാം, ആരൊക്കെയാവാം, ഇവന്മാരുടെ ബലമല്ല, അതല്ലാത്തവരുടെ ബലമുണ്ട്. ആ ബലം ഞാനാണെന്ന് പറയാം. മറ്റവരുടെ ബലമില്ല. ഞാൻ എങ്ങനെയുള്ളതാണ്? കാമരാഗവിവർജിതമായിട്ടുള്ള ബലവാന്മാരുടെ ബലമാണ്. അത് പ്രകൃതിയിൽ തന്നെ ശക്തിയായിട്ടുള്ള സമുദ്രത്തിൻ്റെയും അഗ്നിയുടെയും ഇതിൻ്റെയൊക്കെ ബലം, കൂടാതെ തന്നെ മനുഷ്യരിൽ, വ്യക്തികളിൽ, രാജാക്കന്മാരിൽ, ഭരണാധികാരികളിൽ, രാജ്യത്തിൻ്റെ നേതാക്കന്മാരിലൊക്കെ അത് ഉണ്ടാവുമ്പോൾ അത് മറ്റുള്ളവരെ ഭയപ്പെടുത്താനുള്ളതല്ല. അങ്ങനെ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന ഭയമല്ല, ഹിറ്റ്ലറെ പോലുള്ളവരിൽ നിന്നല്ല, സ്നേഹത്തിൻ്റെ എന്ന് പറയാം. സ്നേഹത്തിൽ നിന്നും സൗഹാർദ്ദത്തിൽ നിന്നുമൊക്കെ ആവിർഭൂതമാകുന്ന ഒരു ബലമുണ്ട്. അത് ഞാനാണ്. അതാണ് ബലവാന്മാരുടെ ബലം. അഹമസ്മി. ഹേ ഭരതർഷഭ, ലയോ ഭരത ശ്രേഷ്ഠ അർജുന, ഭൂതേഷു, ജീവികളിലെ ധർമ്മവിരുദ്ധ കാമഃ അഹമസ്മി. ധർമ്മവിരുദ്ധമല്ലാത്ത കാമം, ആഗ്രഹം ഞാനാണ്. അതുകൊണ്ട് മഹാഭാരതം പറയും, ഇഷ്ടം കാമം ധർമ്മേഷു യോജയേ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ധർമ്മവുമായി യോജിപ്പിക്കണം, ധർമ്മത്തിന് അനുസൃതമായിരിക്കണം. അതുകൊണ്ട് ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്ന് പറയും. അപ്പോൾ ധർമ്മത്തിൽ നിന്ന് തന്നെയാണ് അർത്ഥത്തെ നേടേണ്ടത്. ആ ധർമ്മത്തിൽ നിന്നാണ് കാമത്തെ പൂർത്തീകരിക്കേണ്ടത്. അതിൽ നിന്ന് തന്നെയാണ് മോക്ഷത്തിലേക്കും പോകേണ്ടത്. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നമ്മുടെ സനാതന ധർമ്മത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നത്, ധർമാവിരുദ്ധേഷു ഭൂതേഷു കാമഃ അഹമസ്മി. അത് ഞാനാണ്. ആ ആഗ്രഹം ഞാനാകുന്നു. അത് പ്രകൃതിയാണ്. മറ്റേതെന്താണ്? അതൊരു ബലാത്കാരമാണ്. അത് ആരുടെ മേലിലായാലും അത് എതിർക്കപ്പെടേണ്ടതാണ്, ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതുമാണ്. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ട് ബലവാന്മാരുടെ കാമം കൂടാതെയുള്ള ബലം ഞാൻ തന്നെ, സർവഭൂതജാലങ്ങളിലും ഒരഭിലാഷമായി വർത്തിക്കുന്ന സ്നേഹത്തിൻ്റെ രൂപത്തിലുള്ളത് അത് ഞാനാണ്. തുടർന്നു, യേ ചൈവ സാത്വികാ ഭാവാ രാജസാസ്താമസാശ്ചയേ മത്തയേ വേതി താൻ വിദ്ധി
നത്വഹം തേഷു തേ മയി യേ ചൈവ സാത്വികാ ഭാവാ യേ ച സാത്വികാഃ രാജസാഃ താമസാഃ ഭാവാഃ. ഏതെല്ലാം യേ ച സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ഈ 3 ഗുണങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. പ്രകൃതിയുടേതാണിത്. ഇതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത് മറ്റൊരു രൂപത്തിൽ. ഈ സത്വരജ തമോ ഗുണങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഭാവങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭാവങ്ങളുണ്ടോ താൻ, അതിനെയെല്ലാം നമ്മൾ കോട്ടയം ഭാഷയിലെ താനല്ല, അതിനെയൊക്കെ മത്ത ഏവ വിദ്ധി, ഇതെല്ലാം തന്നെ എന്നിൽ നിന്നാണെന്നറിഞ്ഞാലും, എന്നിൽ നിന്നാണ് രജോ ഗുണം, എന്നിൽ നിന്നാണ് തമോ ഗുണം, എന്നിൽ നിന്ന് തന്നെയാണ് സത്വഗുണവും. അതുകൊണ്ടാണ് ഇവരുടെ 3 മക്കളായിട്ട് രാമായണം പറയുമ്പം പുരാ വിശ്രവസഹ പുത്ര രാവണോ നാമ രാക്ഷസ ആസീത് തസ്യ അനുജൗ കുംഭകർണ വിഭീഷണൗ. അപ്പോൾ വിശ്രവസിൻ്റെ പുത്രനാണ് രാവണനും കുംഭകർണനും വിഭീഷണൻ. ഈ 3 പേരും എന്താണ്? 3 ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത്. വിഭീഷണൻ സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു, രാവണൻ രജോ ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു, കുംഭകർണൻ തമോ ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇവരെൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നിൽ നിന്നുണ്ടായതാണ് എന്ന് വിദ്ധി, അറിഞ്ഞാലും. അഹം തു തേഷു ന, ഞാനാകട്ടെ അതിലിരിക്കുന്നില്ല. തേ മൈ, അത് എന്നിലിരിക്കുന്നു. എന്ത് പരിപാടിയത്? ഒരു വല്ലാത്തൊരു പറച്ചിലാണല്ലോ ഇത്. എന്താണ്? അഹം തു, ഞാനാകട്ടെ, തേഷു ന, ഞാൻ അതിൽ ഇല്ല, മറിച്ച് അത് എന്നിലാണ്. തേ മൈ ഭവന്തി, അതെന്നിൽ ഭവിക്കുന്നു. ഇതൊന്ന് വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതാണല്ലോ. അതെ, ഇത് വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഭഗവാൻ ഈയൊരു ആശയം ഇവിടെയാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി ഭഗവാൻ ഇതിനെ വീണ്ടും ഇതേ ആശയം തന്നെ മറ്റൊരു രൂപത്തിൽ ഭഗവാൻ മനോഹരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തന്നെ നമുക്കിത് മനസ്സിലാക്കി പോവാം. എന്താണ്? അതായത് ഞാൻ, അതെല്ലാം എന്നിലാണ് ഇരിക്കുന്നത്, ഞാൻ അതിലല്ല ഇരിക്കുന്നത്. അഹം തു തേഷു ന, ഞാൻ അതിലിരിക്കുന്നില്ല, മറിച്ച് അതെല്ലാം തന്നെ തേ മൈ ഭവന്തി, അതെങ്ങനെയാണ്? എന്നിലിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അർജുന, ഞാൻ നിനക്ക് ഇന്ന് പറഞ്ഞു തരില്ല, നിനക്ക് ഞാൻ നാളെ പറഞ്ഞു തരും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.